എണ്ണ വീണുമ്പോൾ ഉലുവ പൊട്ടിക്കണം. ഉലുവ പൊട്ടി വരുമ്പോൾ അതിനകത്തോട്ട് കടുക് ഇടണം. കടുക് ഇട്ട് പൊട്ടിയതിന് ശേഷം കടുക് ഇടുന്ന സൗണ്ട് കേൾക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഉള്ളി ചെറുതായി കഴിഞ്ഞത് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം വെച്ച് നന്നായി വഴറ്റണം. ഇത് നന്നായിട്ട് ഫ്രൈ ആയതിനു ശേഷം ഇതിനകത്തോട്ട് നമുക്ക് ഗ്യാസ് കുറച്ച് വെച്ചിട്ട് മസാലകൾ ഇടാം. ആദ്യം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇച്ചിരി മല്ലിപ്പൊടി ഇച്ചിരി ഇട്ടാൽ മതി. മല്ലിപ്പൊടി ഇടാതെയും ആൾക്കാർ ഇട്ടു. ഞാൻ ഇച്ചിരി മല്ലിപ്പൊടി ഇടും. നല്ലതായിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. പിന്നെ സ്ലോയിൽ ഇട്ടിട്ടേ ചെയ്യാവുള്ളൂ. നല്ലതായിട്ട് ഒന്ന് ഫ്രൈ ആയതിനു ശേഷം അതിനകത്തോട്ട് ഈ കുളമ്പുളി അതിടണം. അത് ഇട്ടൊന്ന് മസാലയ്ക്കകത്തൊന്ന് വഴറ്റിയതിന് ശേഷം ഇച്ചിരി വെള്ളം അത് ഇട്ട് നമ്മളൊന്ന് വേവിച്ചതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് നമുക്ക് ഗ്രേവി എത്ര വേണം അതിനനുസരിച്ച് കൺസിസ്റ്റൻസി നോക്കണം. ഒത്തിരി വെള്ളമായി പോയാൽ കൊള്ളത്തില്ല. അതുകൊണ്ട് നല്ലതായിട്ട് ഇളക്കിയിട്ട് അതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഗ്യാസ് കൂട്ടി വെച്ച് ഒന്ന് അടച്ച് വെച്ച് തിളപ്പിക്കണം. മീൻ ഇത് ഗ്രേവി തിളച്ചതിന് ശേഷം നമുക്ക് മീനിടാം. ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഇടാം. ഉപ്പ് കറക്റ്റായിട്ടുണ്ട്. അതിനുശേഷം ഒന്നുകൂടെ അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ്സ് വേവിക്കാം. ഒന്ന് തിളച്ച് കഴിയുമ്പോൾ അതിനകത്തോട്ട് ഇച്ചിരി ഉലുവാപ്പൊടിയും കുറച്ച് ഉലുവാപ്പൊടി ഇടാണ്. ഉലുവയിട്ടതാണ്. കുറച്ച് ഉലുവാപ്പൊടി, ഇച്ചിരി കുരുമുളക് പൊടി ഇട്ടൊന്ന് ഇറക്കിയതിന് ശേഷം ഇങ്ങനെ നോക്കിയാൽ ചുറ്റിച്ചാൽ മതി. മീൻ പൊടി ഒരു പെട്ടെന്ന് പൊടിയുന്ന മീൻ. അത് കാരണം ഇങ്ങനെ വെച്ച് നല്ല ഒരു 2 കറിവേപ്പില ഇട്ട് വേണമെങ്കിൽ അതിനകത്തൊരു നുള്ളു വെളിച്ചെണ്ണ ഇങ്ങനെ ഒരു 2-3 ഡ്രോപ്പ് വെളിച്ചെണ്ണ ഇട്ടാലും നല്ലതാണ്. ഇട്ടിട്ട് ഇത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ചെയ്യും. 5 മിനിറ്റ് സ്ലോ ഗ്യാസ് വെച്ചിട്ട് ഗ്യാസ് ഓഫാക്കി വെക്കാം. മീൻ കറി റെഡി. വേവിച്ച കപ്പയും കൂട്ടി കഴിക്കുക.